ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ടിപ്സ് ആണ്. എന്തായാലും എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രീമിയറിൽ എല്ലാവരും വിഷ്വൽ എഡിറ്റ് ചെയ്യുന്നവരല്ലേ. വിഷ്വൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അതേപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഓഡിയോ. ഓഡിയോ ആണ് നമുക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ലേ, റിമിക്സ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പൊ ഞാൻ ഓൾറെഡി തന്നെ ഞാൻ പ്രീമിയർ തുറന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി രണ്ട് മ്യൂസിക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലിനെ ഓഡിയോനെ നമുക്ക് ട്രിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് പവർ, ഇപ്പൊ രണ്ട് ക്ലിപ്പുകൾ മ്യൂസിക് തമ്മിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് പവറുകളായിരുന്നു അങ്ങനെ പറഞ്ഞൊരു എഫക്ട്സ് ആയിരുന്നു യൂസ് ചെയ്ത്. ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എത്രയാണോ ഡ്യൂറേഷൻ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് പ്രീമിയറിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ്. അതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമിക്സ് ഓഡിയോ എന്ന് തന്നെ അതിന്റെ പേര്. ഇപ്പൊ യൂസ് ചെയ്യാത്തൊരു ഒന്ന് ഈ വീഡിയോ കാണുക അവസാനം വരെ. ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി തന്നെ ഇത് ഒരു മ്യൂസിക് ഓക്കെ, ഞാനൊരു ഓഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാട്ടാണെങ്കിൽ പോലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഏകദേശം ഒരു ബീറ്റിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഭാഗം വെച്ച് എന്റെ ക്ലിപ്പിനെ ഓട്ടോമാറ്റിക് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ടൂൾസിൽ ജസ്റ്റ് റിപ്പിൾ എഡിറ്റ് ടൂളിന്റെ ഈ സെക്ഷൻ വന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇത് റിമിക്സ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് ഉള്ള ക്ലിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിപ്പ് മീൻസ് ഓഡിയോനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എവിടം വരെയാണോ നമുക്ക് ഡ്യൂറേഷൻ വേണ്ടത് അവിടം വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് പോവാം. അറേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും റിമിക്സ് ആയിട്ട് ഓട്ടോമാറ്റിക് പ്രീമിയർ ഓഡിയോനെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത്. ഓൾറെഡി ഡ്യൂറേഷൻ കുറഞ്ഞു. കറക്റ്റ് ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരു ഇൻഡിക്കേഷൻ മാർക്ക് ആണ്. ഇത് നോക്കാം. നമുക്ക് എത്ര പാട്ടുന്ന വോക്കൽ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ റിമിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ട്രിം ചെയ്ത് നോക്കാം അല്ലെ. ഞാൻ ഒന്നുകൂടെ അത് ട്രിം ചെയ്തു. അപ്പം ഓൾറെഡി തന്നെ വീണ്ടും ആ ക്ലിപ്പിനെ നമുക്ക് റിമിക്സ് ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം വേണമെങ്കിൽ ഞാൻ ഒരു ക്ലിപ്പ് കൂടെ കാണിച്ചുതരാം. ഓക്കെ, ഇവിടെ വെച്ച് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് റിമിക്സ് ആയിട്ട് യൂസ് ചെയ്ത് പോകാം. ഇത് പ്രിപ്പയർ ആവുന്നുണ്ട്. കുറച്ചു നേരം എടുക്കും പ്രിപ്പയർ ആയി വരണമെങ്കിൽ. ഓക്കെ, നോക്കി ഓൾറെഡി ക്ലിപ്പ് ഓൾറെഡി റിമിക്സ് ആയിട്ടുണ്ട്. അവിടെ ഒരു 3 ഒരു കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ മാർക്ക് നമുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പ്ലേ ചെയ്യാം. കറക്റ്റ് ആസ് നമുക്ക് ഓഡിയോ എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ റിമിക്സ് ആയി നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമുക്ക് വേണ്ട, നമുക്കിത് റീ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുകളിൽ എസെൻഷ്യൽ സൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്ലിയർ ഓഡിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി തന്നെ അത് റീസെറ്റ് ആവും. അപ്പം ഈ ഭാഗം നമുക്കൊന്ന് അതേപോലെ ചെയ്തു നോക്കാം. ഓക്കെ, ഇത് ഓഡിയോ. ഓക്കെ, അപ്പം ഇനി ഓഡിയോ റിമിക്സ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഈ ഒരു രീതിയോടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പരിഹരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ടിപ്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ്.